കരുവന്നൂർ സമയത്ത് എൻ്റെ ചർച്ച കണ്ടവർക്ക്, ഞാൻ നേരിൽ പോയി കണ്ട കരുവന്നൂരുകാർക്ക് ആ വിഷയത്തിൽ അവരുള്ള എൻ്റെ ഇന്റഗ്രിറ്റി സന്ദീപിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അവർക്കറിയാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇത് ഈ പറയുന്ന കള്ളപ്പണമായ ഒരു മിനിറ്റ് സന്ദീപ്, ഒന്നടങ്ങ് പ്ലീസ്. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ശരി, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. പ്ലീസ്, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. പറയട്ടെ, പ്രേക്ഷകർ, ഇവിടുത്തെ പ്രശ്നം ഈ പണമാണ് ഈ അക്കൗണ്ടിലുള്ളതെന്ന് ഒന്ന് കണ്ടെത്തിയാൽ അവിടെ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ED ആണല്ലോ, IT അല്ല. അനിൽകുമാർ, മറുപടി. ഒന്ന്, നമ്മുടെ കേരളത്തിൽ കരുവന്നൂർ എന്ന് പറയുന്നൊരു ബാങ്കിൽ മാത്രമല്ല സാമ്പത്തിക ക്രമക്കേടുണ്ടായത്. BJP ഭരിക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്നതുമായ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേടുണ്ടായി എന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. അതനുസരിച്ച് 38 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ആ കുറ്റവാളികളെ ജയിലിലടച്ചു. ആരെയാണോ ജയിലിലടച്ചത്, ക്രമക്കേട് കാണിച്ചവർ, അവരെ കരുവന്നൂരിൽ മാപ്പുസാക്ഷിയാക്കി. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു മാപ്പുസാക്ഷി ഉണ്ടാക്കിയ പോലെ ആ മാപ്പുസാക്ഷിയുടെ നിന്നും 59.5 കോടി രൂപ വാങ്ങിച്ച്, ഇവിടെ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷി, ആ മാപ്പുസാക്ഷിയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടായി വാങ്ങിച്ച് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത് 59.5 കോടി. അങ്ങനെ ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്ന 59.5 കോടി മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഈ 10 കൊല്ലക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, ആ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത് എത്ര കോടിയാണ്? അതിവിടുത്തെ പാവങ്ങളുടെ പണമല്ലേ? 410 കിടന്ന ഗ്യാസ് കുറ്റിയുടെ വില 1200 കോടി 1200 ആക്കിയിട്ട് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നിട്ട് ആ പണം കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഗ്യാസ് മുതലാളിമാരുടെ ഇവന്മാർ വാങ്ങിച്ചെടുത്തില്ലേ? ഇവന്മാർ മാന്യതയുള്ളവരാണോ? ഇവിടുത്തെ പെട്രോളിയം വില 110 രൂപ വില കയറ്റി ഏറ്റവും കൂടുതൽ കൊള്ള ചെയ്തിട്ട് പെട്രോളിയം കമ്പനികളെ സഹായിച്ചിട്ട് ആ കമ്പനികളിൽ നിന്നും എത്ര കോടി രൂപയാണ് ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്? ഇനി ഇവന്മാരുടെ കട്ടുമുടിക്കലിനെ കുറിച്ച് വേറെ കഥ പറയാം. ഒരു സ്ഥാപനത്തിനകത്ത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനകത്ത് 10 കോടി രൂപ ലാഭം, അവരെ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി കൊടുത്ത എത്രയാണെന്നറിയാമോ? 300 കോടി രൂപ. 10 കോടി ലാഭമുള്ള കമ്പനി 300 കോടി രൂപ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്താൽ ഇവന്മാരുടെ ED എന്നാ ചെയ്യും? ഇവന്മാരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാ ചെയ്യും? ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇവിടെ വേട്ടപ്പട്ടികളെ പോലെ കുരയ്ക്കാൻ നടക്കുകയും കടിക്കാൻ നടക്കുകയും ചെയ്യുന്ന സംവിധാനമാണോ ED? വിഷയത്തിലേക്ക് വരാം. ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇവിടുത്തെ ഇൻകം ടാക്സ് റെയ്ഡുകൾ എത്ര സ്ഥാപനത്തിൽ കിടന്നു? ഞാൻ പറയട്ടെ, അങ്ങോട്ട് പിടിച്ചോ. ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇൻകം ടാക്സ് റെയ്ഡുകൾ എത്ര സ്ഥാപനത്തിൽ കിടന്നു? 4449 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് നേടിയെടുത്തത് ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ED നടത്തിയ റെയ്ഡിലൂടെയാണ്. സാന്തിയോഗോ മാർട്ടിൻ ഉൾപ്പെടെ എത്രയോ സ്ഥാപനങ്ങൾ. ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ അദാനിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്. ഏത് സ്ഥാപനമാണ്? ക്വിക്ക് സപ്ലൈ ചെയിൻ. അവർക്ക് എത്ര ലാഭം? ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ക്വിക്ക് സപ്ലൈ ചെയിൻ എത്ര കോടിയാണ് കൊടുത്തത്? അങ്ങനെ ഇന്ത്യ മുഴുവൻ കട്ടുപിടിച്ച് തിന്നുന്ന ഇവർ ഇനി ഗുജറാത്തിലേക്ക് പോയാൽ എത്ര സഹകരണ ബാങ്കാണ് ഇവന്മാർ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗുജറാത്തിലെ എത്ര ബാങ്കുകളുടെ ലൈസൻസ് എടുത്ത് കളഞ്ഞു? ഇവന്മാർ കട്ടുപിടിച്ചതല്ലേ? അപ്പൊ ഈ കട്ടുപിടിച്ച കഥ പറയുന്ന മാന്യനോട് ഞാൻ പറയുകയാണ്, അന്തസ്സുള്ള വാചകങ്ങൾ പറയണം. വിഷയത്തിലേക്ക് വന്നാൽ തൃശ്ശൂർ കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന കൊടകരയുടെ കുഴൽപ്പണക്കേസ് എവിടെ? തൃശ്ശൂർ ഇവന്മാർ കട്ടുപിടിച്ച് തിന്നാൻ കൊണ്ടുകിടന്നതിലെ പിടിച്ചു പറിച്ചതല്ലേ കൊടകര? ഞാൻ പറയട്ടെ, എന്റെ പൊന്നെ, ഇവന്മാർ കട്ടുപിടിച്ച് തിന്നുക മാത്രമല്ല, തിന്നുന്നതിന് വേണ്ടി പിടിച്ചു പറിച്ചില്ലേ കൊടകര കുഴൽപ്പണം? അത് ചർച്ചയിൽ പറയാവുന്ന മര്യാദയുള്ള വാക്കാണെന്ന് എനിക്കറിയില്ല. അത് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. കേൾക്കുമ്പോൾ ഒരു ദുസ്വാദ് ബാഡ് ടേസ്റ്റ് അതുകൊണ്ടാണ്. അല്ല, ഇവന്മാർ, അതെ ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്ന വാചകമാണ്. ആര് പറയുന്നു? സന്ദീപ് വാര്യരുടെ വാചകമാണ്. ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നു. 4 ലക്ഷം രൂപ ഇവിടെ കള്ളപ്പണം പിടിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആവർത്തിക്കല്ല, അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്. ഇതല്ല അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. ഞാൻ പറയുന്ന ഒരു ചർച്ചയ്ക്കകത്ത് വന്നിട്ട് അന്തസ്സായി വർത്താനം പറയുന്നതിന് പകരം ഇത്തരം വാചകങ്ങൾ പറയുക.
ഇവന്മാർ കൊണ്ടുപോയി കട്ടുപിടിച്ച് തിന്നു. കട്ടുപിടിച്ച് തിന്നു മുഴുവൻ മോദിയാ, കട്ടുപിടിച്ച് തിന്നു മുഴുവൻ BJP സർക്കാരാ. ആ കളവും മോഷണവും തൊണ്ട് സഹിതം സുപ്രീം കോടതി പിടിച്ച് ഇവർ കുടുവസ്ത്രം പോലും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. കൈ രണ്ടും വരിഞ്ഞു കെട്ടി, നരേന്ദ്രമോദിയുടെ കൈ രണ്ടും വരിഞ്ഞു കെട്ടി, നിർമ്മല സീതാരാമൻ്റെ കൈ രണ്ടും വരിഞ്ഞു കെട്ടി ഇവിടെ ഉടുതുണി നഷ്ടപ്പെട്ട രീതിയിൽ നിലക്ക് നിർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പോഴാണ് ഒരു ED വന്നിട്ട് ഇങ്ങോട്ട് വന്ന് CPM-ന് ഏതാണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞല്ലോ ഹാഷ്മിയോടും, അത് ചെയ്യാൻ നടക്കുന്നത്. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ED-യോട് പറയുകയാണ്, ED എന്ന് പറയുന്ന കൊള്ളസംഘത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന കൊള്ളസംഘത്തോട് പറയുകയാണ്, ഒരു ചുക്കും ചെയ്യാനില്ല. നരേന്ദ്രമോദി അല്ല 1000 മോദിമാർ വന്നാലും ഇനി അധികകാലം ആയുസില്ലല്ലോ നിങ്ങളുടെ സർക്കാരിന്. ഈ ജൂലൈ മാസം 4-ാം തീയതി തീരുമല്ലോ, നരേന്ദ്രമോദിയുടെ വെടി തീരുമല്ലോ സർക്കാരിൻ്റെ. ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്ക് കൊടുത്ത പാർട്ടിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കരുവന്നൂരിന്ന് സന്ദീപ് പറയുന്നു, എനിക്കറിയില്ല കരുവന്നൂരാണോ കാരണം, എനിക്കറിയാത്തതിന് കാരണം എന്താണ്. ആദായ നികുതി വകുപ്പ് അതിൽ കൊടുക്കുന്ന നോട്ടീസ് പ്രകാരം ഈ പറയുന്ന എന്താണ് KYC പ്രശ്നമാണ്, ഈ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ. ശ്യാൽകുമാർ, CPM-ന് ഉറപ്പുണ്ടോ തൃശ്ശൂരിൻ്റെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ മണ്ഡലമാണ്, സുരേഷ് ഗോപി അടക്കം മത്സരിക്കുന്ന, K മുരളീധരൻ മത്സരിക്കുന്ന, സുൽകുമാർ മത്സരിക്കുന്ന, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, കട്ടയ്ക്ക് മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പ്രചരണത്തിന് പണം വേണം. ആ പണം വിലക്കിയ നടപടി നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാങ്കേതിക പിഴവ് കൊണ്ടല്ല എന്ന് ഉറപ്പുണ്ടോ ശ്യാൽകുമാർ? ഒരു കാര്യം വ്യക്തത വരുത്തി പറയാം. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM-ന് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ കൃത്യമായിട്ടും കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള പണമാണ്. അതൊരു തരത്തിലും ഒരു തെറ്റായ പണവും വന്നിട്ടില്ല. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് തരണ്ടേ? ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തെറ്റായൊരു പണം വന്നാൽ CPM നോട്ടീസ് തരണം. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് CPM-ന്റെ കണക്ക് കൊടുത്ത ആദ്യമാണോ? എത്രയോ കൊല്ലമായി. ഇപ്പം തന്നെ ഇവിടെ പറയുന്നത് കേട്ട് എത്രയോ കൊല്ലമായിട്ട് അവിടെ അക്കൗണ്ടുണ്ട്. 98 മുതൽ ആ അക്കൗണ്ടിൽ കാലാകാലങ്ങളായി മാറി മാറി വരുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ മാനേജ് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് KYC ഇല്ലാത്തതാണോ? ഏത് ബാങ്കിലെ KYC ഇല്ലാത്തത്? KYC ഇല്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇപ്പോൾ ബിസിനസ് നടക്കുമോ? പാൻ കാർഡ് ഇല്ലാതെ ബിസിനസ് നടക്കുമോ? ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ പാൻ കാർഡ് ഇല്ലാതെ ബിസിനസ് നടക്കുമോ? അങ്ങനെയാണ് ബാങ്ക് കാണുമോ? ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ കാർഡ് ഇല്ലാതെയാണോ അക്കൗണ്ട് നടത്തിയിരിക്കുന്നത്? ഹാഷ്മിക്കൻ്റെ നമ്മുടെ നാട്ടിൽ സാമാന്യബോധം ഉള്ളവരല്ലേ നമ്മൾ. അപ്പോൾ പാൻ കാർഡ് വഴിയുണ്ട്. കൃത്യമായിട്ട് പാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് ഇവർ മാപ്പസാക്ഷിയാക്കിയിട്ടുള്ള യഥാർത്ഥ കുറ്റവാളികൾ, ആ യഥാർത്ഥ കുറ്റവാളികൾ CPM-നെ ലക്ഷ്യമിടുന്നു. അപ്പോൾ CPM-നെ ലക്ഷ്യമിടുന്നവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ശരി, ഞാൻ